നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ജനറൽ ഫോം പഠിച്ചു അല്ലേ? എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ജനറൽ ഫോം? എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് സീറോ അല്ലേ? ഇതിനകത്ത് ഫൈവ് സീറോ എന്താണ് ഞാൻ പറഞ്ഞു തന്നത്? ഫൈവ് സീറോയെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് അല്ലേ? ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ ടൈം ഇപ്പോഴത്തെ ഫേസ് എത്രയാ? ഇതാണ് ഇപ്പോഴത്തെ ഫേസ് ആണല്ലോ. ടൈം 0 ആകുമ്പോൾ ഉള്ള ഫേസിനെ പറയുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ്. ഇതിനകത്ത് ടൈമിന് വരെ 0 കൊടുക്കൂ. അപ്പോൾ 0 കൊടുത്താൽ ഫേസിന്റെ ആൻസർ എത്ര വരും? സോ ഫേസ് ബിക്കംസ് പറ ടിയുടെ വാല്യൂ 0 കൊടുക്കുക 50. സോ ദിസ് ഫേസ് ഈസ് നോൺ ബൈ ദ നെയിം വാട്ട്? ഇനീഷ്യൽ ഫേസ്. അപ്പോൾ what do you mean by initial phase? It is a phase when time equal to 0. It is a phase when time equal to 0. So this is the original equation. In this omega t plus phi 0 is a phase. You put t as 0 here. Then what will be the phase then? It becomes phi 0. This phase is known by the name initial phase. So we have the equation x is equal to a sin omega t plus phi 0. What is the phase there? Omega t plus phi 0. When time equal to 0, the value of phase becomes phi 0. That phase is known by the name initial phase. അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഞാൻ പറയുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിഫോം സർക്കുലാർ മോഷൻ ആൻഡ് SHM. യൂണിഫോം സർക്കുലാർ മോഷൻ ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ആൻഡ് SHM. യൂണിഫോം സർക്കുലാർ മോഷനും SHMവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ കറങ്ങുന്നു. അപ്പോൾ ഇതതിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഇതതിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഈ പോയിന്റിനെ O എന്ന് വിളിക്കുന്നു. പാർട്ടിക്കിൾ ആദ്യം എന്താ ഇവിടെയാണെന്നിരിക്കട്ടെ. ഈ പോയിന്റിനെ ഞാൻ A എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ A എന്നാണ് ആ പൊസിഷൻ്റെ പേര്. ഇതാ ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരയ്ക്കുന്നു ആണല്ലോ. അങ്ങോട്ടേക്ക് വരച്ചു. ഈ റേഡിയസ് എന്ന് പറയുന്നത് A ആണെന്നിരിക്കട്ടെ, സ്മോൾ a. ഇനി പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഇനീഷ്യലി ഉള്ള ആംഗിളാണ്. അപ്പോൾ ഇനീഷ്യലി ഉള്ള ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനീഷ്യൽ ആംഗിൾ നമ്മൾ എന്താ പറയുക? ഇനീഷ്യൽ ഫേസ് എന്താണ്? 50. അപ്പോൾ ഈ ആംഗിൾ 50 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനീഷ്യലി ഉള്ള പൊസിഷൻ. ഒരു t ടൈം കഴിയുമ്പോൾ പാർട്ടിക്കിൾ തന്നെ ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ കറങ്ങി ഈ പൊസിഷനിലെത്തും. അപ്പോൾ പാർട്ടിക്കിൾ B എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അപ്പോൾ റേഡിയസ് ഞാൻ വരച്ചു, ഇതാണ്. ഇനി ഈ പൊസിഷനിൽ നിന്ന് ഞാൻ താഴേക്ക് ഈ ഡയമീറ്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പെർപെൻഡിക്കുലർ ഇവിടെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റിനെ ഞാൻ P എന്നാണ് വിളിക്കുക. ഓക്കെ, P എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ ഫുട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഈസ് അറ്റ് P നൗ. ദെൻ ഇപ്പം ഞാനൊരു അഡീഷണൽ ആംഗിൾ കവർ ചെയ്തു അല്ലേ? ഈ ആംഗിളിനെ ഒമേഗ ടി എന്ന് ഞാൻ വിളിക്കുന്നത് എന്താണ്? ഒമേഗ ടി. അപ്പോൾ ആ ആംഗിൾ എത്ര? ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. OBP എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. ട്രയാങ്കിളിൻ്റെ പേര് OBP എന്നാണ്. ട്രയാങ്കിൾ OBP കണ്ടല്ലോ. ആ ട്രയാങ്കിളിൽ ഈ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് 50 അല്ലേ? അപ്പോൾ ഒമേഗ ടി പ്ലസ് 50 ആണ്. അപ്പോൾ ബോധം ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കോസ് നോക്കൂ, ഈ ഇവിടെ നിന്ന് ഈ ദൂരം ഞാൻ എക്സ് എന്നും വിളിക്കുന്നു. അവിടെ ഇരിക്കട്ടെ, ഈ ദൂരം എന്താണ്? എക്സ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കോസ് ഓഫ് ദാറ്റ് ആംഗിൾ എടുക്കുന്നു. കോസ് ഒമേഗ ടി പ്ലസ് 50. കോസ് ഒമേഗ ടി പ്ലസ് 50 എടുത്താൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ എ എന്നാണ്. അപ്പോൾ ക്രോസ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 50 എന്ന് കിട്ടുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇത് എവിടത്തെയോ ഒരു ഇക്വേഷനാണ്, നമുക്ക് പരിചയമുള്ള ഇക്വേഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 50 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ SHMലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണിത്. അപ്പോൾ ഇവിടെ SHMുമായിട്ട് എന്തോ ഒരു ബന്ധം ഞാൻ മണത്ത് കണ്ടു. അപ്പോൾ ഞാൻ ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പാർട്ടിക്കിൾ ഇവിടെ എങ്ങനെ എത്തും അല്ലേ? ഇവിടെ എത്തും. ഈ പൊസിഷനെ നമുക്ക് C എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ റേഡിയസ് വരച്ചു, ഇതാണ് റേഡിയസ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഈ പോയിന്റിനെ ഞാൻ Q എന്ന് വിളിക്കാം ആണല്ലോ. ഇനി കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഇവിടെ എത്തും അല്ലേ? അപ്പോൾ ഈ പോയിന്റിനെ D എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങളുടെ പാർട്ടിക്കിൾ ഇവിടെ എത്തി അല്ലേ? ഇവിടെ എത്തിയ സമയത്ത് പാർട്ടിക്കിൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് പാർട്ടിക്കിളിൽ നിന്ന് ഡയമീറ്ററിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അതും അവിടെ തന്നെയാണ്. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെ തന്നെയാണ്. ഇനി കുറേ കഴിയുമ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തും. ഇവിടെ എത്തുന്ന സമയത്ത് ഈ പൊസിഷനെ ഞാൻ E എന്ന് വിളിക്കുന്നു. ഞാൻ റേഡിയസ് ഒക്കെ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ പൊസിഷനെ ഞാൻ R എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇപ്പോൾ എവിടെയാണ്? R ലാണ്.
കുറേ നേരം കൂടെ കഴിയുമ്പോൾ പാർട്ടിക്കിൾ ഇതാ ഇവിടെ എത്തും. ഈ പൊസിഷനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഒരു റേഡിയസ് വരച്ചു. ഇത് എ ആണ്. ഇനി അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരച്ചു, കണ്ടോ? അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇപ്പോൾ ഇവിടെയാണ്. ഈ പോയിന്റിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. കുറേ നേരം കൂടെ കഴിയുമ്പോൾ പാർട്ടിക്കിൾ ഇതാ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തി. അപ്പോൾ പാർട്ടിക്കിളിൽ നിന്ന് ഞാൻ ഡയമീറ്ററിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഇവിടെ തന്നെ. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെ തന്നെ. ഈ പൊസിഷനെ ജി എന്ന് വിളിച്ചു. ഇനി ഞാൻ കഥകളിലേക്ക് കടക്കാം. വീണ്ടും പാർട്ടിക്കിൾ ഇതാ എയിലേക്ക് എത്തിയ സമയത്ത്, അപ്പോൾ ഇവിടെ നിന്നല്ലേ പാർട്ടിക്കിൾ മോഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ആയിരുന്നു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ഈ പോയിന്റിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ വീണ്ടും പാർട്ടിക്കിൾ എയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ വീണ്ടും എച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാം, ആദ്യം പാർട്ടിക്കിൾ എയിലായിരുന്നു. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എച്ചിലാണ്. അടുത്ത് പിന്നെ പാർട്ടിക്കിൾ ബിയിലെത്തി. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ പിയിലെത്തി. പിന്നെ പാർട്ടിക്കിൾ സിയിലെത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെ എത്തി. അടുത്ത ഡിയിലെത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അവിടെ തന്നെയാണ്. പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇതാണ്. പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇതാണ്. പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അവിടെ തന്നെയാണ്. പാർട്ടിക്കിൾ തിരിച്ചെത്തി. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെയാണ്. ഞാൻ ആ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ പോകുന്നത് ഞാൻ പറയാം. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിനെ ഒന്ന് നോക്കിയേ. ആദ്യം ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെയായിരുന്നു. അത് രണ്ടാമത് ഇവിടത്തേക്ക് ചാടി. അത് കഴിഞ്ഞപ്പോൾ 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 തിരിച്ചു ചാടി. കണ്ടോ? അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഈ ഡയമീറ്റർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ആണല്ലോ. ഇപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അതായത് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിൻ്റെ മോഷൻ എന്തോന്ന് മോഷനാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴിയുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? അപ്പോൾ അത് വൈബ്രേറ്ററി മോഷനാണ്. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിൻ്റെ മോഷൻ എന്തോന്നാണെന്ന് മനസ്സിലായി? വൈബ്രേറ്ററി മോഷൻ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. ഈ വൈബ്രേറ്ററി മോഷൻ മാത്രമല്ല, ഇവിടെ എസ് എച്ച് എം ഉണ്ട്. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിന് വൈബ്രേറ്ററി മോഷനാണ്. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷനിൽ അവിടെ എസ് എച്ച് എം ആണ് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഡയമീറ്റർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഈ ഓട്ടം വൈബ്രേറ്ററി മോഷനാണ്. അതുകൂടാതെ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് എസ് എച്ച് എം കൂടെയാണ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. മനസ്സിലായോ എന്നെനിക്കറിയില്ല. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് ഫ്രം ദ ബിഗിനിങ്. സോ ഒരു പ്രയാസമുള്ള കേസല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ ലിസൺ പ്രോപ്പർലി. Okay, so see uniform circular motion and SHM. So we are going to find whether there is any relation between uniform circular motion and SHM. So you consider a particle in uniform circular motion. Okay, the radius of the circle is taken as r. So this is a diameter. Okay, the center is known by the name O. Initially your particle is at A. Okay, I am joining with center. So this is a radius. Okay, no problem. Then the initial angle is what? Phi 0. Okay, then see I am drawing a perpendicular from A to diameter. Okay, so this is a perpendicular. So this point can be called as P. Okay, no problem. So P is a foot of perpendicular. After t time your particle will reach the point B. Okay, then this is a radius now. See, this is A. Then I am drawing a perpendicular here. See, this is a foot of perpendicular. It is at Q. Okay. Then after some more time, the particle will reach the point C. I am drawing the radius. So this is A. Then I am drawing the perpendicular to diameter. So this is that point. So it is R. Then after some time, your particle will reach the point D. Then if I draw a perpendicular to the diameter, it will be again at D. Then after some time it will reach this point E. Okay, I am drawing this one. This is radius. Then I am drawing the perpendicular. So it is meeting here. The foot of perpendicular is at S. Then after some time the particle will reach here. This position can be called as F. I am joining. Okay, this is radius. Then see I am drawing a perpendicular. See foot of perpendicular is at T now. Okay, then after some time your particle will reach the point G. Then if I draw a perpendicular to the diameter, it will be again at G. So foot of perpendicular is at G. Then particle reaches the point A. Then if I draw the foot perpendicular, it will be meeting at P. So foot of perpendicular returns back to P. Okay. So initially your foot of perpendicular is at P. Then it moves to Q. Then it moves to R. Then it moves to D. Then it moves to S.
then it reaches the point T, then it comes to G, then it returns back to P. That is, foot of perpendicular is moving along the diameter. Okay, it is undergoing to and fro motion. So foot of perpendicular has vibratory motion. Foot of perpendicular has vibratory motion. This is the first thing I understood. Then I am considering this angle as omega t. So this angle is taken as omega t. You can try find a triangle here OBQ. So from triangle OBQ, so triangle OBQ, see what is cos of this angle? Cos omega t plus phi 0. It is adjacent side by hypotenuse. This is taken as x. So adjacent side is x by hypotenuse is a. So on cross multiplication I can get x is equal to a cos omega t plus phi 0. This is a familiar equation to you. It is an equation of SHM. See, you have understood what? See, the foot of perpendicular is having vibratory motion. Now you have proved that, see, it is SHM. So foot of perpendicular is undergoing SHM. Okay, foot of perpendicular ഉണ്ടാകുന്നത് എന്താണ്? SHM ആണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനും SHM തമ്മിലുള്ള ബന്ധം എന്താണ്? യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിന് ഉണ്ടാകുന്നത് എന്താണ്? SHM ആണ്. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിൻ്റെ മോഷൻ SHM ആണ്. ഓക്കെ, അലോങ് ദ ഡയമീറ്റർ. സോ ഇറ്റ് ഈസ് SHM ആസ് വെൽ ആസ് വൈബ്രേറ്ററി മോഷൻ. ക്ലിയർ ആണ്? ഏകദേശം ക്ലിയർ ആണ്. ഒന്നും കൂടെ പറയുമ്പോൾ പക്കയാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. സി എവറിഥിങ് എറൈസ്ഡ്? ഓക്കെ. So you consider a particle moving along a circular path. So you consider uniform circular motion. Okay, this is a diameter. This is the center of the circle. I name it O. So initially your particle is at a point A. Okay, then radius of the circle is taken as A. The initial angle is taken as phi 0. Then I am drawing a perpendicular to the diameter. It will meet at the point P. Then after t time your particle will reach the point B. So this is a radius. So the additional angle covered is omega t. Then I am drawing the perpendicular. The foot of perpendicular is at Q. Okay. Then after some time the particle will reach the point C. I am drawing the radius. So this is a radius, drawing a perpendicular to diameter. The foot of perpendicular is at R. Then after some time your particle will reach the point D. If I draw a perpendicular to diameter, it will hit the point D itself. Then foot of perpendicular is at D itself. Then your particle will reach this point. I name it E. Then this is a radius. Then if I draw a perpendicular like this, so it will hit this point. It will be S. Okay, then your particle will reach the point F. Okay, then drawing the radius. Okay, this is A. If I draw the perpendicular, it will meet here. This point is called T. Then it reaches the point G. Then if I draw a perpendicular to the diameter, it will hit the point G itself. So foot of perpendicular is at G itself. Then it comes back to A. So foot of perpendicular returns back to P. So foot of perpendicular, see the motion of foot of perpendicular. Foot of perpendicular, initial position P, then Q, then R, then D, then S, then here T, then G, then P. So foot of perpendicular is undergoing. So foot of perpendicular is moving along a straight line. So it has to and fro motion. So foot of perpendicular has vibratory motion. Foot of perpendicular has vibratory motion. This is the first thing I understood. Then what is the next one? See, I can find a triangle OBQ. Triangle OBQ. From this, see, I am considering this angle. It is omega t plus phi 0. So cos omega t plus phi 0. What is it? Adjacent side by hypotenuse. This adjacent side is taken as x. So x divided by hypotenuse is a. So a. So on cross multiplication I can get x is equal to a cos omega t plus phi 0. Am I right? So this is the equation for SHM. See, in this case we are getting the same equation, means this motion is SHM also. So in uniform circular motion, foot of perpendicular is undergoing vibratory motion along the diameter. This motion is what also? SHM also. Is it clear? So this is a relation between uniform circular motion and SHM. എന്തെങ്കിലും പ്രയാസം തോന്നിയാ അടുത്തലേക്ക് കൂടെ ഇനി നമുക്ക്